ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ ഇടയന് വിട. ആഗോള കത്തോലിക്ക സഭയുടെ 266-ാമത്തെയും ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെയും മാർപ്പാപ്പ. ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ മാർപ്പാപ്പ. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പ ആയ ശേഷവും ലാളിത്യം കൈമുതലായി സ്വീകരിച്ചു പോന്ന നല്ല ഇടയൻ. വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വം. സ്നേഹവും കരുണയുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിച്ചിരുന്നു. പല കാര്യങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വ്യക്തി. അശരണരുടെ, അഗതികളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം അവരോട് നീതി പുലർത്തി. അവരെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ പരിശ്രമിച്ച നല്ല കാവൽക്കാരൻ. 1936 ഡിസംബർ 17 അർജന്റീനയിൽ ജനനം. ജോർജ് മരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ തന്റെ പഠനകാലത്ത് രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം ജസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. ചിലിയിൽ നിന്നും മാനവിക വിഷയങ്ങളിലുള്ള പഠനം പൂർത്തീകരിച്ചു. ശേഷം തത്വശാസ്ത്രത്തിലും സാഹിത്യത്തിലും ബിരുദം കരസ്ഥമാക്കി. 1969 ഡിസംബർ 13 വൈദികനായി തിരുപ്പട്ടം സ്വീകരിച്ചു. തുടർ കാലയളവിൽ ദേവാലയത്തിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനോടൊപ്പം നവസെമിനാരി വിദ്യാർത്ഥികളെ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും പഠിപ്പിച്ചു. 1992 മെയ് 27 ബിഷപ്പായി അഭിഷിക്തനായി. ശേഷം സഹായ മെത്രാനും മെത്രാൻ എന്നീ ചുമതലകൾ വഹിച്ചു. 1997 ജൂൺ 3 സഹായ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. 1998 ഫെബ്രുവരി 28 ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹിതനായി. 2001 ഫെബ്രുവരി 21 കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കർദിനാളായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 മാർച്ച് 13 ഫ്രാൻസിസ് പാപ്പ സഭാചരിത്രത്തിലെ 266-ാമത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചുങ്കക്കാരനായ മത്തായിയെ തന്റെ ശിഷ്യനാകാൻ തിരഞ്ഞെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതിന്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് കാരുണ്യത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ആപ്തവാക്യം. സ്ഥാനാരോഹണത്തിന് ശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ആയതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന വിശേഷങ്ങൾ കൽപ്പിക്കപ്പെട്ടു. എളിമ, ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ പ്രതിരൂപം. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ബ്യൂണസ് അയേഴ്സ് രൂപതകളുടെ തലവനായിരുന്നപ്പോൾ ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിൽ ജീവിച്ച് പൊതുഗതാഗത സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന വ്യക്തിത്വം. സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്തിടപഴകാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ 4-ാം സ്ഥാനത്തുണ്ടായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്നുള്ള ചികിത്സകൾക്കിടയിൽ രോഗത്തോട് പടവെട്ടി അത്ഭുതപ്പെടുത്തും വിധം അതിനെയെല്ലാം അതിജീവിച്ച് ആരോഗ്യത്തോടെ തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഈസ്റ്റർ പ്രാർത്ഥനകളിലടക്കം പങ്കെടുത്ത് വിശ്വാസ സമൂഹത്തെ, ആഗോള കത്തോലിക്ക സഭയെ മുഴുവനും അഭിസംബോധന ചെയ്ത് ആശീർവദിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം വളരെ അപ്രതീക്ഷിതമായി 2025 ഏപ്രിൽ 21 അദ്ദേഹത്തിന്റെ വിയോഗം ലോകത്തെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തിന്റെ ലോക മനസാക്ഷിയുടെ ശബ്ദം നിലച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ വലിയ ഇടയൻ പ്രിയ ഫ്രാൻസിസ് പാപ്പ നിത്യതയിലേക്ക് യാത്രയായി. പരിശുദ്ധ പിതാവ് കാലം ചെയ്തു. സ്നേഹമുള്ളവരെ, ഇന്നീ വിശുദ്ധ ബലി അർപ്പിക്കുന്നതിനോടൊപ്പം നമുക്കും പ്രിയ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപ്പ കാണിച്ചു തന്ന മാതൃക അനുകരിക്കാൻ ശ്രമിക്കാം. പാപ്പായുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. തന്റെ സിംഹാസനത്തിന്റെ കാവലാളായിരുന്ന പാപ്പായെ ദൈവം സ്വർഗീയ മണവറയിൽ ചേർക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കളഞ്ചായ ഇടവക കുടുംബം ഒരുമിച്ച് ചേർന്ന് സ്നേഹപിതാവിനെ ഒരുമിച്ചർപ്പിക്കുന്ന സ്നേഹപ്രണാമങ്ങൾ.